പെട്ടെന്ന് വന്നപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കയറി ഒരു മണിക്കൂറിനുള്ളിൽ ഉള്ളിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു. ആരും ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുമെന്നും പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ തന്നെ മുകളിൽ കൊതുകടിയും കൊണ്ട് മുകളിൽ തന്നെ ഇടാം. അത് ഒരു കേരള സർക്കാർ വന്നിട്ട് റെയിൽവേ ആണ് എടുക്കേണ്ടത്. റെയിൽവേ സാങ്ഷൻ തരുന്നില്ല. കേരള സർക്കാർ അത് വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല, മുനിസിപ്പാലിറ്റി ചെയ്യുന്നില്ല. ഇതിനു മുമ്പും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. മഴ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഇന്നലെ ഉണ്ടായ അത്ര ഉണ്ടായിട്ടില്ല, ആളുകൾ ഉണ്ടായിട്ടില്ല. കാറും പോയി, ബൈക്കും പോയി, വീട്ടിൽ വെള്ളം കയറി. ഇങ്ങനെ സംഭവിച്ചിട്ടും ഒരു കൗൺസിലിൻ്റെ സാധനമൊക്കെ ഉണ്ട്, ഒന്നും തിരിഞ്ഞു നോക്കാറൊന്നുമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ അടുത്ത വീട്ടിൽ പോയി കിടക്കണം. ഇന്നലെ പോയി അടുത്ത വീട്ടിൽ പോയി കിടന്നു. അതന്നെ അവസ്ഥ. അടുത്ത രണ്ടാൾ കിളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വന്നാലും മണം മാറി, വൃത്തിയുടെ മണം മാറണില്ല. ഇതെന്ത് സംഭവിച്ചാൽ എത്ര ദിവസം അങ്ങനെ ആകുമെന്ന് ഒരു വിഷയം ഉറപ്പില്ല. നമസ്കാരം കേരള. ഞാനിപ്പോഴുള്ളത് കൊച്ചി കളമശ്ശേരി മൂലേപ്പാടത്താണ്. ഇവിടെ ഇന്നലെയും വലിയ പ്രതിസന്ധിയായിരുന്നു ഉണ്ടായിരുന്നത് മഴ മൂലം. ഇപ്പോഴിവിടെ വലിയ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏകദേശം ഇവിടെ മഴ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആവുന്നുള്ളൂ. അപ്പോഴേക്കും ശക്തമായ കുത്തൊഴുക്കാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇത് അശാസ്ത്രീയത, ഇവിടുത്തെ ചാലുകളുടെയും മറ്റും നിർമ്മാണത്തിലെ അശാസ്ത്രതയാണെന്നാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ വീടുകളിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഈ മഴയിലൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ വീടുകളിലും ഇന്നലെ ഏകദേശം നമ്മുടെയൊക്കെ ഇത്രത്തോളം ശരീരത്തിൻ്റെ ഭാഗത്തോളം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ പകുതിയോളം ഭാഗത്ത് ഇന്നലെ വെള്ളം കയറിയിരുന്നു. അവരൊക്കെ ഇന്നലെ മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിരുന്നു. അവരുടെ പകുതി സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട് വലിയ വലിയ പ്രതിസന്ധികളാണ് ഓരോ വീട്ടിലുണ്ടായിരുന്നത്. കുഞ്ഞുമക്കളെ അടക്കം ഓരോ സ്ഥലത്തേക്ക് മാറ്റേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും കൊച്ചി ഇപ്പോൾ വീണ്ടും മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ മഴക്കാലമാകുമ്പോൾ സർക്കാർ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നല്ല ആവശ്യമല്ല അവരിപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. സർക്കാർ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ദൃഢമായ ചോദ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെ രാവിലെ ഒരു 9 മണിയായപ്പോൾ ശക്തമായിട്ടുള്ള മഴ വന്ന് നമ്മൾ സാധാരണ വെള്ളം കയറാറുണ്ട്. എന്നാലും പെട്ടെന്ന് വന്നപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കയറി ഒരു മണിക്കൂറിനുള്ളിൽ ഉള്ളിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ വീടിനകത്ത് വെള്ളം കയറി, ജനൽ പൊക്കത്തിന് മേലെ വെള്ളം കയറി. വീട്ടിലുള്ള സാധനങ്ങൾ, സെറ്റ്, ബെഡ് എല്ലാം പോയി. 2 ബെഡ് സെറ്റൊക്കെ പോയി. അതൊക്കെ അത് എടുത്ത് വെളിയിലിട്ടേക്കണമല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പ് ചെറുതായിട്ട് ഇത്ര വരുള്ളൂ, ഒരു 6 ഇഞ്ച് വലിയ വരുള്ളൂ. വന്നാൽ തന്നെ അത് വല്ല വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഒക്കെ എത്രയുള്ളൂ. ഇപ്പോൾ ഇത് ഈ വർഷമായിട്ട് നിരന്തരം ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള വർക്കാണ്, കാനഡ അശാസ്ത്രീയമായിട്ടുള്ള വർക്കാണ് ഇവിടുത്തെ വെള്ളക്കെട്ടിന് പ്രധാന കാരണം ഈ ഹൈവേയുടെ അപ്പുറം ഒരു സോഷ്യൽ റോഡുണ്ടല്ലോ, ആ സോഷ്യൽ റോഡും റെയിൽവേയുടെ അടിയിലൊരു 10 അടി ബോക്സ് കൽവെട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു 90% വെള്ളത്തിൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരമാണ്. അത് ഒരു സർക്കാരും അതിന് ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. അത് ഒരു കേരള സർക്കാർ വന്നിട്ട് റെയിൽവേ ആണ് എടുക്കേണ്ടത്. റെയിൽവേ സാങ്ഷൻ തരുന്നില്ല. കേരള സർക്കാർ അത് വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല, മുനിസിപ്പാലിറ്റി ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ആരും എന്തോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു തർക്കം പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ വിഡ്ഢികൾ, ജനം വിഡ്ഢികൾ. ഇവർ രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ സർക്കാരിനോ കേന്ദ്ര സർക്കാരിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ അതൊന്നും. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഇതിന് പ്രശ്നം. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇതൊന്നുമല്ല. ഈ കാനമണി ഇപ്പോൾ 25 ലക്ഷം മുടക്കി കഴിഞ്ഞ വർഷം ഇവിടെ ഒരു കാനമാണത്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ വെള്ളക്കെട്ടല്ലാണ്ട് അതുകൊണ്ട് ഒരു ഗുണമില്ല. അപ്പോൾ അതുപോലെ കാനമണി മാത്രമല്ല, ഈ റെയിലിൻ്റെ അടിയിലുള്ള ആ പൈപ്പ് മാറ്റുക, അപ്പുറത്തെ റോഡിൽ നിന്ന് കൽവെട്ടുണ്ടാക്കുക, അത്രയും ചെയ്താൽ ഇവിടുത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാണ്. അതുകൊണ്ട് ചെയ്യാനുള്ള നടപടി അത് ഉന്നതങ്ങളിലുള്ള ആൾക്കാർ സ്വീകരിക്കുന്നത്. നമ്മൾ ഇവരോടൊക്കെ പറയാൻ പറ്റും, ഈ മുനിസിപ്പാലിറ്റിനോട് അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഒരു കാര്യവും നടക്കണില്ല. വർഷങ്ങൾ എത്രയും ആരും വന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. വലിയ പിന്നെ മോട്ടർ പോയി, മോട്ടർ വെള്ളത്തിൽ പോയി, ഫ്രിഡ്ജ് പോയി, ബെഡ് പോയി, സെറ്റ് പോയി. ഇന്നലെ വീടിൻ്റെ മുകളിൽ ഒന്നും ആരും ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. അതൊന്നും നമുക്കറിയില്ല. ഞാനെങ്ങും പോകില്ല, എന്നെ ആരോടും ഒന്നും പോകാനും പറഞ്ഞില്ലാരും. ആരും ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ തന്നെ മുകളിൽ കൊതുകടിയും കൊണ്ട് മുകളിൽ തന്നെ ഇടണം. എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ വെള്ളം ഇവിടെ ഈ പ്രദേശത്ത് ഇങ്ങനെ വരുന്നത്?
ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നത് ഒരു അതിശക്തമായ മഴ കാരണമാണ്. അത്രയും അളവിലുള്ള മഴ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല, വെള്ളക്കയറ്റം ഉണ്ടായിട്ടില്ല. ഇന്നലെ മഴയുടെ ശക്തി തന്നെ കൂടുതലായതുകൊണ്ടാണ് ഉണ്ടായത്. പിന്നെ ഈ പ്രദേശത്തേക്ക് ഒഴുകി വരുന്ന വെള്ളം ഇത് കടന്നു പോകുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള കുറവാണ്. അവിടെ ഇട്ടിരിക്കുന്ന ഹൈവേയുടെ അടിയിൽ കൂടിയൊക്കെ ആണെങ്കിലും കാനയുടെ വീതിയും ആഴമൊക്കെ കുറവാണ്, വെള്ളം പോകാനുള്ളത്. ഇവിടുന്ന് ഒഴുകി പോകുന്ന അത്രയും വെള്ളം അങ്ങോട്ട് പാസ്സായി പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ ഇത്ര രൂക്ഷമായിട്ടുണ്ടാകുന്നതെന്നും മനസ്സിലാവുന്നു. ഇത്രയും കാലം ഇവിടെ ഒരു വെള്ളക്കെട്ട് ഉണ്ടായിരുന്നില്ലല്ലോ, ഇന്നലെയാണല്ലോ. ഇതിനു മുമ്പും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്, മഴ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഇന്നലെ ഉണ്ടായ അത്ര ഉണ്ടായിട്ടില്ല, ആ അളവിൽ ഉണ്ടായിട്ടില്ല. അതിന് കാരണം ഇന്നലത്തെ മഴയുടെ ശക്തി തന്നെയാണ്. അപ്പൊ ഈ കാനയുടെ പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഈ കാനയുടെ പണി പൂർത്തിയായത് കൊണ്ടൊന്നും ആ പ്രശ്നം മുഴുവനായിട്ടില്ല. കാരണം അത് തീരണമെങ്കിൽ ഹൈവേയുടെ അടിയിൽ കൂടിയുള്ള വെള്ളം പോക്ക് സുഗമമാണ്. കുറച്ചും കൂടി വെള്ളം കൂടുതൽ പോകുന്ന രീതിയിലേക്ക് അവിടെയാണ് ആ പ്രവർത്തനം നടത്തേണ്ടത്. ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇപ്പം നിലവിലുള്ള കാണയിലും കുറച്ചും കൂടി അളവിൽ വെള്ളം പോകും ഇവിടുന്ന് ഈ കാണയുടെ പണി കഴിയുമ്പോൾ. പക്ഷേ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടില്ല. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ അവിടുത്തെ വെള്ളക്കെട്ട് അവസാനിപ്പിക്കണം. കൂടുതലായിട്ട് വെള്ളം ഹൈവേയുടെ അടിയിൽ കൂടി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ് വേണ്ടത്. എന്നാലാണിത് സ്ഥിരമായ ഒരു പരിഹാരമായിട്ട് മാറുള്ളൂ. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഇതിപ്പോൾ എല്ലാ വർഷത്തും സാധാരണ വെള്ളം കയറാറുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പോർച്ച് സിറ്റോടെ വെള്ളം കയറാറുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം വളരെ നല്ല മഴയുടെ ശക്തി ഒഴുക്കൊണ്ട് കരക്കകത്ത് കയറി മൂന്ന് ബെഡ്റൂമിൽ കയറി 3 കട്ടിലും പോയി, 3 ബെഡ് പോയി, വാഷിംഗ് മെഷീൻ പോയി, ഫ്രിഡ്ജ് പോയി, TV ഒന്നും എല്ലാ ഇലക്ട്രോണിക് സാധനം എല്ലാം നഷ്ടപ്പെട്ടു പോയി. അതിൽ കാറ് വെള്ളം കയറി, കാറിൽ ബ്ലോക്കായി. മോട്ടോർ ബൈക്ക് പുറത്തിരിക്കുകയാണ്, അതും ബ്ലോക്കായി പോയി. അപ്പോൾ കാറും പോയി, ബൈക്കും പോയി, വീട്ടിൽ വെള്ളം കയറി. ഇങ്ങനെ സംഭവിച്ചിട്ടും ഒരു കൗൺസിലിൻ്റെ സാധനമൊക്കെ ഇടുമ്പോൾ തിരിഞ്ഞു നോക്കാറൊന്നുമില്ല. ഇവിടെ ഈ സൺബോക്സ് കോളേജിൽ മതിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ ആദ്യമായിട്ട് പറയണതിൻ്റെ തോടെല്ലാം വണ്ണം കുറഞ്ഞാണ്. മുമ്പുണ്ട 2 മീറ്ററിൻ്റെ തോട് ഇപ്പോൾ എല്ലാവർക്കും കെട്ടി അത് ചുരുങ്ങി 1 മീറ്ററൊക്കെ ചുരുങ്ങിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ. പിന്നെ മൊത്തത്തിൽ നല്ല മഴയുടെ ഒരു ഗാംഭീര്യം കൊണ്ടും ഈ മതി ഇടിഞ്ഞ പ്രശ്നം കൊണ്ടും പിന്നെ ഇവിടെ ഒരു ചെറിയ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ആ വർക്ക് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഞങ്ങൾ വേണ്ടത് ആദ്യം നാട്ടിൽ പറഞ്ഞാണ്. പിന്നെ അത് കോൺട്രാക്ടർ നിർബന്ധം കൂടി ഇപ്പോൾ തന്നെ അവിടെ ചെയ്തു. അതിൻ്റെ ഒരു തടസ്സം കൂടി 10% തടസ്സം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ഈ ഏരിയയിലുള്ള എല്ലാ വീടുകൾക്കും നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2 ദിവസമായി ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ തച്ച് നിർത്തിയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാതെ 3 ബെഡ്, ആകെ 3 ബെഡ്, ആ 3 ബെഡും പോയി, 3 കട്ടിലും പോയി. വാഷിംഗ് മെഷീൻ മോളിൽ കയറി. പക്ഷേ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. വിളിച്ചവരെ കംപ്ലയിൻ്റ് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും നല്ല നഷ്ടം തന്നെ സംഭവിച്ചു. എല്ലാവരും ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്നുമില്ല. സാധാരണ ഇത് പഴയ ആൾക്കാർക്കൊന്ന് വന്ന് നമ്മൾ സംഭവിച്ച വർഷകാലത്ത് വന്നവർ നോക്കും, തോടെ ക്ലീൻ ചെയ്യുവരും. ഇപ്രാവശ്യം സംഭവിച്ചിട്ടും നിങ്ങൾ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടോ വിളിച്ചിട്ടോ? ഇന്നിപ്പോൾ രാവിലെ വന്നിട്ട് കുറച്ച് പേര് 6 മണിക്കൂർ പാട് തോട് വന്നോട്ട് പോയി. നമ്മളും സംസാരിച്ചിട്ടില്ല. നമ്മൾ ആ രീതിയിൽ അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഈ വർക്ക് തന്നെ, ഈ ചെറിയ വർക്ക് തുടങ്ങി, ആ വർക്ക് ഇവിടെ ഒരു 10 മിനിറ്റിന് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഞങ്ങൾ നാട്ടിൽ പറഞ്ഞതാണ്. പക്ഷേ അവർക്കിപ്പോൾ ചെയ്ത് പറ്റുമ്പോൾ ചെയ്തു. ഇപ്പോൾ അതൊരു തടസ്സം കൂടിയായി. ഇന്നത്തെ വെള്ളപ്പൊക്കത്തിൽ അവർ മെറ്റീരിയൽ കിടന്നാലും വെള്ളം പോകാൻ ഫ്ലോ കുറച്ച് കുറയുകയും ചെയ്തു. ഇപ്പോൾ രാവിലെ അതെല്ലാം മാറ്റിയിട്ടുണ്ട് അവർ. അത് സംഭവം. പക്ഷേ ഇത് അധികാരികളുടെ ഭാഗം നേരത്തെ തന്നെ ഇതൊക്കെ തോടെ ക്ലീൻ ഇത്തരം മെഷീൻ ഇത്ര ഭാഗ്യമായിട്ട് കയറില്ലായിരുന്നു. കുറച്ച് നിയന്ത്രിക്കാമായിരുന്നു. മഴയുടെ ശക്തി കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ കയറുമായിരുന്നു. പക്ഷേ ഇന്ന് ശക്തി പ്രാപിച്ചത് ഇവരെ നിസ്സംഗത കൊണ്ട് സംഭവിച്ച കാരണമാണത്. അധികാരികൾ നേരത്തെ അതിനോട്ട് നിലപാട് സ്വീകരിക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള എല്ലാ ആൾക്കാർക്കും ലക്ഷക്കണക്കിന് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ അടുത്ത വീടുകളിൽ പോയാൽ കിടക്കണം. എന്നാലും പോയി അടുത്ത വീട്ടിൽ പോയി കിടന്നു. അതിൻ്റെ അവസ്ഥ അടുത്ത 2 ആൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വന്നാലും മണം മാറി, വൃത്തിയുടെ മണം മാറണില്ല. ഇതെന്ത് സംഭവിച്ചാൽ എത്ര ദിവസം അങ്ങനെ ആകുമെന്ന് ഒരു വിഷയം ഉറപ്പില്ല. ഭയങ്കര മഴയായിരുന്നു ഇന്നലെ. പെട്ടെന്ന് വന്നിട്ട് കംപ്ലീറ്റ് വെള്ളം ഈ 4 സൈഡ് മൊത്തം കയറിയിട്ട് മൊത്തത്തിൽ മൂളപ്പാട് നഗറിൽ 300 വീട് വെള്ളം കയറി കഴിഞ്ഞ് എല്ലാം ആൾക്കാർ ബുദ്ധിമുട്ടാണ്. പകലായതുകൊണ്ട് എല്ലാവരും ജോലിക്ക് പോയല്ല. അപ്പോൾ പിള്ളേരും വീട്ടിൽ കൊച്ചുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വെള്ളം ഇവിടെ വന്നിട്ട് വീട്ടിൽ ആരുമില്ല. പിന്നെ രണ്ടാമത് വീട്ടുകാരെല്ലാവരും ഓരോരോ വിളിച്ചപ്പോൾ അവിടെ നിന്ന് പണിസ്ഥലത്ത് പണി നിർത്തിയിട്ട് പോകുന്നു. കൊച്ചിനെ രക്ഷപ്പെടുത്തി, ആൾക്കാരെ രക്ഷപ്പെടുത്തി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞപ്പോൾ രണ്ടാമത് വെള്ളം മൊത്തം കയറി നാശമായി കഴിഞ്ഞ് എല്ലാം അകത്ത് കയറിയപ്പോൾ രണ്ടാമത് അത് ക്ലീൻ ചെയ്യാതെ പറ്റുകയില്ല. ക്ലീൻ ചെയ്ത് പിന്നെ വൈകുന്നേരം എല്ലാം പൂട്ടിയിട്ട് വേറെ വീട്ടിൽ പോയി താമസിച്ചിട്ട് അങ്ങോട്ട് വന്ന് പിന്നെ ഇന്നലെയും മൊത്തം ക്ലീനായിരുന്നു. ഇതുവരെ വാർഡ് കൗൺസിലറും മറ്റവരും MLA ആരും ഇതുവരെ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ പണ്ട് ചെയ്യേണ്ട പണികളാണിത്. പണ്ട് മഴ കാണുന്ന പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അതൊന്നും ചെയ്യാത്ത കൊണ്ട് പെട്ടെന്ന് മഴ വന്നു ഇതുവരെ കയറിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് 17 വർഷമായി. ആദ്യമായിട്ടാണ് വെള്ളം കയറുന്നത്. അല്ലെങ്കിൽ സാധാരണ ഒഴുകി പോണതാണ്. ഇപ്പോൾ രണ്ടാമത് ഈ മതിൽ പൊഴിഞ്ഞതുകൊണ്ട് ആ ആൾക്ക് വെള്ളം മൊത്തം പൊഴിഞ്ഞുകൊണ്ടാണ് മൊത്തത്തിൽ എല്ലാം ഈ 4 കാണുകയും വെള്ളം മൊത്തം വഞ്ഞ് കയറുന്നത് ഇവിടെയാണ് ഈ മൂലക്ക്. അവിടെ വന്ന് കയറുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ട് പ്രാവശ്യം വന്നത്.
അല്ല ഇത് കുമ്പങ്ങനില്ലായിരുന്നു. 1-2 വീട്ടിൽ വെള്ളം കയറി. ആ അറ്റത്ത് വീടില്ലേ നേരെ കാണുന്ന മതിൽ, അവിടെ അതിൻ്റെ അപ്പുറത്ത് ഒരു വീടുണ്ട്. ആ 2 വീട് മാത്രം സാധാരണ കയറുന്നതാണ്. ഈ പ്രാവശ്യം മൊത്തത്തിൽ 300 വീട് മൂളിപ്പാടത്ത് കയറിയിട്ടുണ്ട് മൊത്തത്തിൽ. ഇന്നലെ എത്ര മണി വരെ ഉണ്ടായിരുന്നു ഈ വെള്ളം? ഇത് 5 മണി വരെ, വൈകുന്നേരം 5 മണി വരെ ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയ മക്കളൊക്കെ എന്ത് ചെയ്തു? ചെറിയ മക്കളൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഇത്രയും വെള്ളത്തിൽ പൊക്കി അങ്ങോട്ട് കൊണ്ടുപോയി. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. ആരും വന്നിട്ടില്ല ഇങ്ങോട്ട്? വാർഡ് കൗൺസിലോ? വാർഡ് കൗൺസിലർ വീട് അവരൊക്കെ വന്ന് നോക്കി. അവരുടെ വീട്ടിൽ വെള്ളത്തിലുണ്ട്. പിന്നെ അവരുടെ വീട്ടിൽ അവർ ക്ലീൻ ചെയ്തു. ബാക്കിയുള്ളവരെ കൂടെ ആരും വന്ന് നോക്കില്ല. കാരണം വെച്ചാൽ പെട്ടെന്ന് മഴയായതുകൊണ്ട്. ഇത് പിന്നെ മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നല്ല. നേരത്തെ മെയ് 15-ാം തീയതി തന്നെ മഴ തുടങ്ങുമെന്ന് പറഞ്ഞു വിചാരിച്ച് നേരത്തെ പറഞ്ഞ് പത്രത്തിലുണ്ടായിരുന്നു, ടി വിയിലൊക്കെ പറഞ്ഞല്ല. അപ്പോൾ അതനുസരിച്ച് അവർ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കാണാൻ തുടങ്ങിയത്. കാണുന്നതിനെ കൊണ്ട് ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് മഴ വന്നുകൊണ്ട് പിന്നെ മഴ എന്ന് പറയുമ്പോൾ ആരും വിശേഷം കാണിച്ച് പറ്റില്ല. പെട്ടെന്ന് വന്നതല്ലേ, ആണ് വന്ന് പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിൽ എല്ലാവരും പെട്ടു. ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഒവ്വൊരു വീട്ടിൽ 2-3-4 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി. എല്ലാം ഇങ്ങനെ 2-3 ദിവസം പണിക്കും പോയില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി എത്ര മഴ വരും അങ്ങനെ വരുമെന്ന് ആർക്കറിയാം. ഇനി ഉണ്ടാവുമല്ലോ, ഇനി 4 മാസത്തേക്ക് മഴയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നവർ നല്ല രീതിയിൽ ചെയ്ത് ആളുകളെ രക്ഷപ്പെടുത്തി എന്തെങ്കിലും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് പോവാം.